ഹലോ ഹലോ, ഞാൻ ജോസഫ്, പോത്തൻ ജോസഫ് എന്ന് പറയും. തിരക്കിലായതുകൊണ്ട് കാലത്ത് ശരിക്കൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. എന്താ പേര്? മിനിമോൾന്ന് എല്ലാരും വിളിക്കുക. നോ, അമ്മു. ഈ അജ്ഞാത സുന്ദരിയെ ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഐ ലവ് യു. ഐ ടു ലവ് യു. അമ്മു. എന്തോ? ആരാടിയത്? നാളെ ഡ്രീം വേൾഡ് വരെ ഒന്ന് വരുമോ? നമുക്ക് നേരിട്ട് സംസാരിക്കാം. അയ്യോ, അത് പറ്റില്ലല്ലോ. ഇവളുടെ ബ്രദർ അവിടെയാണല്ലോ വർക്ക് ചെയ്യണേ. എന്റെ കുടുംബം കലക്കാൻ നീ ഇറങ്ങി തിരിച്ചിരിക്കാനോ ചൂലേ? കെട്ട് കഴിഞ്ഞവനെ നിനക്ക് കിട്ടിയോളൂ പ്രേമിക്കാൻ. ആരാടി നിന്റെ ഈ കാമുകൻ? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? എന്നിട്ട് നീ ഫോണിൽ കൂടെ ഐ ടു ലവ് യു എന്നൊക്കെ പറയണ കേട്ടല്ലോ. 10ാം ക്ലാസ്സിൽ നിന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പേ തുടങ്ങി പ്രേമിക്കാൻ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ആണ് വേണം പെണ്ണിനെ പ്രേമിക്കാൻ, അല്ലാതെ പെണ്ണാണിനെ പ്രേമിക്കല്ല വേണ്ടത്. മനസ്സിലായോ? അവൾ ആ ഫോണിൽ കൂടെ ആരാണ്ടോട് പറയുവാടാ ഐ ടു ലവ് യു എന്ന്. ഈ കുന്ത്രാണ്ടത്തിനെ കൊണ്ട് എനിക്കിന്ന് മനസ്സമാധാനം കിട്ടിയിട്ടേ ഇല്ല. ഇന്നിനി ഇത് ആരും വിളിക്കണ്ട, അവിടെ കിടക്കട്ടെ. മരുഭൂമി പോലെ ലേഡീസ് ഒന്നുമില്ല. ദേ, വായി നോക്കാൻ പോരുത്, ഇവിടെ തന്നെ കാണണം. ഓ, നിന്നോടാ? മിക്കവാറും ഇന്നലത്തെ കക്ഷി ആയിരിക്കും. കിട്ടും. ഹലോ, ആ ട്രാഫിക് കമ്മീഷണറുടെ മോൻ എന്ന് കിട്ടുവോ? ആണല്ലോ. നിങ്ങളാരാ? അതെ, ഞാൻ പൊതുമരാമത്ത് മന്ത്രിയുടെ മോളാ. അയ്യോ, അത് ഞാനില്ല, ഇപ്പൊ കൊടുക്കാം. ഞാൻ ഇന്നലെ സംസാരിച്ചതാണ്, എനിക്ക് ഇന്നലെ കിട്ടിയതുമാണ്. നീ സംസാരിച്ചാൽ മതി. പൊതുമരാമത്ത് മന്ത്രിയുടെ മോളാ, ട്രാഫിക് കമ്മീഷണറുടെ മോനെ കിട്ടുന്നു. ഹലോ, ഞാൻ സുധ, ആ മൊബൈൽ പാർട്ടി മന്ത്രിയുടെ മോളെ. മനസ്സിലായില്ലേ? എന്ത് വേണം? എന്താ സാറേ ശബ്ദത്തിന് ഇത്ര ഗമ? ഞാനിവിടെ ഇത്തിരി ബിസിയാ. എന്താ കാര്യം? ഞാൻ അതിനേക്കാൾ ബിസിയാ. അതിനിടയിൽ സമയം കണ്ടെത്തിയ രാജുവിനെ വിളിക്കുന്നത്. ആ പേര് പറഞ്ഞത് ലേഖയുടെ മമ്മി കേട്ടോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഓ, തോക്കി കയറി വെടിവെക്കാതെ മാഷേ. ശരിക്കും മാഷ ഒരു വലിയ ഉപകാരം ചെയ്തത്. ഇന്നത്തെ കാലത്ത് അധികം ആരും ചെയ്യാത്തൊരു ഉപകാരം. അതിന് ഞാനൊന്ന് പറയട്ടെ. ലേഖയെ ഡിസ്ചാർജ് ചെയ്തു. ആൻഡ് നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. രക്ഷകനായി അവതരിച്ച ആ ചെറുപ്പക്കാരനെ ഒന്നുകൂടി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അവൾക്ക്. ഈ എനിക്കും ഒരു താങ്ക്സ് നേരിട്ട് പറയണമെന്നുണ്ട്. ലേഖ എന്റെ അത്രയ്ക്ക് പെറ്റാണേ. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇന്ന് വൈകിട്ട് ഹോട്ടൽ സിദ്ധാർത്ഥ് വരെ ഒന്ന് വരണം. സോറി, ഞാൻ ഇന്ന് എപ്പോ ഫ്രീ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് വാടോ മാഷേ. വരണം, ഇറ്റ്സ് എ റിക്വസ്റ്റ്.